ടോവിയുടെ കൂടെ ജിത്തിന്റെ മൂന്നാമത്തെ സിനിമയാണ്. ഒരു കൽക്കിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ജിത്തിനെ പരിചയപ്പെടുന്നത്. ഈ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു 100 days 125 crores ക്രോസ് ചെയ്ത ഒരു സിനിമയുടെ ഒരു സെലിബ്രേഷൻ ഇന്നിത് നടക്കുന്നതിന് ടോട്ടലി ഡിസേർവിങ് 3 പേരാണ് ഇവിടെ നിൽക്കുന്നത്. ഫസ്റ്റ് ടോവിനോ ഫോർ ട്രസ്റ്റിംഗ് ജിത്തിൻ ആൻഡ് സുജിതേട്ടൻ and their mutual respect and the trust they had in each other. So ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു സക്സസ്ഫുൾ സിനിമയിൽ ഞാൻ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളത്. ഈ സിനിമന് ഇത്രയും വലിയൊരു സക്സസ് തന്ന പ്രേക്ഷകർക്ക്, ഓഡിയൻസിന് എൻ്റെ വലിയ നന്ദി. ഇതുപോലെ എന്നും വലിയ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ജിതൻ ആൻഡ് സുജിത്തേട്ടൻ ഇതുപോലെ എന്നും വലിയ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. 100 crores അല്ല, 200 crores അല്ല, എന്നും അതിനും മേളിൽ പോകാൻ പറ്റട്ടെ. All the very best and my wishes to the whole team, from the producer to the last person in the team, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് എൻ്റെ wishes and my love. God bless you all. Thank you. On screen, Surbhi Tomino. നമസ്കാരം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ ചിയോതി വിളക്ക് എനിക്ക് വേണ്ടി, മാണിക്യത്തിന് വേണ്ടി മോഷ്ടിച്ച മണിയനോടും, അത് ആദ്യം മനസ്സിൽ ആ ഒരു മാണിക്യത്തെ സൃഷ്ടിച്ച സുജിത്തേട്ടനോടും, സ്ക്രീനിലേക്ക് എന്നെ ക്ഷണിച്ച ജിതിനോടും, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്, അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സിനിമയിൽ 118ഓളം ദിവസം ഞങ്ങളോടൊപ്പം നിന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും, അല്ലെങ്കിൽ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം, അതിലുള്ള എല്ലാ മേഖലയിലുള്ള ഫുഡ് വരെ തന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. വലിയൊരു സിനിമയാണ്, വലിയൊരു അനുഭവം കൂടെ ആയിരുന്നു. പിന്നെ ജിതിൻ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു ഇത് വന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം കാണിച്ചിരുന്നു. അപ്പോൾ സുരഭി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു എന്താ പറയാ ഇൻസ്റ്റാഗ്രാം റീലുണ്ടായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നാവ് പൊന്നാട്ടെ, പക്ഷെ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കല്ല് വെച്ച നുണ പറയുന്നതിന് ഉള്ളത്. എന്തായാലും അത്തരത്തിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു നടിയായിട്ട് ഉയരാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്കിതുള്ള ഒരു അനുഭവം ദിബുചേട്ടനോടും അതുപോലെ മഞ്ജിത്ത് ചേട്ടനോടും ഒക്കെ ഉള്ളൊരു നന്ദിയുണ്ട്. അങ്ങുവാന കോണിലെ എന്നുള്ള ആ ഒരു പാട്ടിൽ ഇപ്പോഴും കുട്ടികളല്ല, ഇപ്പം അതൊരു നഴ്സറിയിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട് പോലെ എല്ലാ മക്കളും ഡെയിലി അയച്ചു തരും. എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ സുജേട്ടൻ എൻ്റെ മക്കൾ ഇന്ന് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കാത്തിരുന്ന നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി. ഈ സിനിമയെ പറ്റി ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ സിനിമയെ പറ്റി, ഇതുണ്ടായ വഴിയെ പറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരുന്നു. ഇത് അതിനൊന്നും പ്രസക്തിയില്ല. സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും